മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പുതിയൊരു പ്രഭാതത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ്. ഈ പ്രഭാതത്തിൽ പ്രഭാതവിരുന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കൃപയുടെ വചനങ്ങളെ സ്വന്തമാക്കുവാനായിട്ട്, ദൈവാനുഗ്രഹ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് നാം ഓരോരുത്തരും അണഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് 1000 നന്ദി നമുക്ക് സമർപ്പിക്കാം. ഈ പുതിയ പ്രഭാതത്തിൽ ഈ പുതിയ ശ്വാസം നൽകി, ഒരു പുതുജീവൻ നൽകി നമ്മളെ അനുഗ്രഹിച്ചതിന് തമ്പുരാന് നന്ദി പറയാം. ലോകത്തിൻ്റെ വിവിധ ധ്രുവങ്ങളിലുള്ള അനേകം മക്കളെ ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ തമ്പുരാൻ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ ഗുഡ് ന്യൂസ് ചാനലിലെ ഈ പ്രഭാതവിരുന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അനുഭവിക്കുവാനായിട്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അനുഗ്രഹ നിമിഷം ദൈവത്തിന് നന്ദി പറയാം. പ്രഭാതവിരുന്ന ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം രോഗികളായിട്ട് ആശുപത്രികളിൽ വേദന അനുഭവിച്ച് കഴിയുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം അത് ജീവദായകമാണ്, അത് ഊർജ്ജസ്വലമാണ്, അത് മനുഷ്യൻ്റെ സന്ധിബന്ധങ്ങളെയും മജ്ജയും കീറിമുറിക്കുന്നതുമാണ്. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 12 മുതൽ. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഈ കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ,
ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് നാം അണഞ്ഞിരിക്കുമ്പോൾ, ഇന്നേ ദിവസം ഈശോനാഥൻ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നത് ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ്, ഒരു കുഷ്ഠരോഗി വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ഈശോയോട് പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വേദനകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ആശ്രയം തേടുവാനായിട്ട് ദൈവസന്നിധിയിൽ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം പറയുകയാണ്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളത്, ചുമട് ഭാരം കുറഞ്ഞതുമാണ്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുകയാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ജീവിതത്തിലെ പ്രയാസമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് അണയുവാനും ജീവിതത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനും സാധ്യമാവുക. പലപ്പോഴും ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഒരല്പസമയം പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന വേണ്ട, ജപമാല വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, വചനപാരായണം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അവിടെയാണ് ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും ഓരോ പ്രയാസത്തിലും തമ്പുരാന്റെ പക്കലേക്ക് അണയുവാനും സാഷ്ടാംഗം അവന്റെ മുൻപിൽ പ്രണമിക്കുവാനും സാധിക്കുക. എന്താണ് സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായിട്ട് അവന്റെ തിരുപാദത്തിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക. ഒരു സ്വയം ശൂന്യവൽക്കരണം ജീവിതത്തിൽ സാധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 24-ാം വാക്യം പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ജീവിതത്തിൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട്, സ്വയം ഇല്ലായ്മപ്പെടുവാനായിട്ട്, സ്വയം ജീവിതത്തിൽ ഒരു ശൂന്യതയെ അനുഭവിക്കുവാനായിട്ട് ജീവിതത്തിൽ പറ്റണം. പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പിൽ നിന്ന് മറ്റൊരു കച്ചിത്തുരുമ്പിലേക്ക് എനിക്ക് പിടിക്കാൻ കരുത്തുണ്ടെന്ന് കരുതിക്കൊണ്ട് പലായനം ചെയ്യുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ അവസാനിക്കാത്ത പലായനങ്ങളിലേക്കും ഒളിച്ചോട്ടങ്ങളിലേക്കും ജീവിതം ചെന്നെത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വയം ശൂന്യവൽക്കരിക്കുന്ന നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം ഇടപെടും. ആ ഒരു ഉറച്ച ബോധ്യം വേണം. അപ്പോൾ ഈശോയോട് പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് സാധിക്കും. ഈശോ അവനോട് പറയുന്ന മനോഹരമായ മറുപടിയുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഈശോനാഥൻ 10 കുഷ്ഠരോഗികള് കരം നീട്ടി നിലവിളിച്ചപ്പോൾ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചപ്പോൾ അവർക്ക് ശുദ്ധതയുടെ വരം കൊടുത്തവൻ ഇവിടെ കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുകയാണ്. ഒരു വ്യത്യാസം ഒന്ന് നോക്കുകയെ, ഈശോ എന്തിനാ അവനെ സ്പർശിച്ചത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഈശോ എന്തിനാ അവൻ്റെ ദേഹത്ത് തൊട്ടത്? കുഷ്ഠമുള്ളവൻ്റെ ദേഹത്ത് തൊടുവോ ആരെങ്കിലും? അതാ തമ്പുരാൻ്റെ പ്രത്യേകത. അവന് 100% തമ്പുരാൻ അറിയാം, ഞാൻ തൊട്ടാൽ ഇവൻ സുഖം പ്രാപിക്കും, ഇവൻ സുഖം പ്രാപിക്കും. 100% ഈശോയ്ക്ക് അറിയാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ എല്ലാവരെയും കരുതുന്നവരാണ്. ഈശോയ്ക്ക് എല്ലാവരെയും ഇവിടെ സ്നേഹമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവൻ അന്ധനായിക്കോട്ടെ, ബധിരനായിക്കോട്ടെ, മുടന്തനായിക്കോട്ടെ, കുഷ്ഠരോഗി ആയിക്കോട്ടെ, പാപി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിന്മകളാൽ നിറയപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, ഈശോ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക. മനുഷ്യനാ പ്രിയമുള്ളവരെ പലപ്പോഴും പലരെയും മാറ്റി നിർത്തുന്ന തമ്പുരാൻ എല്ലാവരുടെയും കരത്തിൽ അവരെ ചേർത്ത് പിടിക്കുക.
അതാ തമ്പുരാൻ്റെ വലിയൊരു പ്രത്യേകത. തമ്പുരാൻ്റെ ആ ഒരു വലിയ സ്നേഹമാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈശോ അവനെ സ്പർശിച്ചു. അവന്റെ ശാരീരികമായ സൗഖ്യം മാത്രമല്ല ഈശോയുടെ സ്പർശനം കൊണ്ട് സംഭവിച്ച്, മറിച്ച് അവന്റെ മാനസികവും ആത്മീയവുമായ സൗഖ്യം അവിടെ സംഭവിക്കുന്നത്. കാരണം വെച്ചാൽ അതുവരെ അവനെ സ്പർശിക്കാനോ അവന്റെ അടുത്തു വരാനോ ഒരാളും തയ്യാറാകാതിരുന്നിടത്ത് ഈശോ അവനെ സ്പർശിക്കുക. അവന്റെ അടുത്ത് വരിക, മറിച്ച് അവനെ സ്പർശിക്കുക. അവന്റെ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സൗഖ്യമുണ്ട്. പലപ്പോഴും പല രോഗങ്ങളും ശാരീരികമായ സൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് ആവശ്യമുള്ളത് ആത്മീയമായ മാനസികമായ സൗഖ്യങ്ങളാണ് ഇന്ന് ആവശ്യമുള്ളത്. ഞാൻ പലപ്പോഴും വ്യക്തികളെ കാണാറുണ്ട്. പലരും പറയാറുണ്ട്, മടുത്തു വച്ചാ, ക്ഷീണിച്ചു, തളർന്നു എന്നൊക്കെ പറയുമ്പോൾ അവരെ ഒന്ന് മാനസികമായിട്ടൊന്ന് ബലപ്പെടുത്തി കഴിഞ്ഞാൽ, അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ വീണ്ടും ശക്തിയുള്ളവരായിട്ട് കുതിച്ചു ചാടുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇപ്രകാരം ഒരു സൗഖ്യം അവന്റെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ ഇപ്രകാരം അപരനെ ഒന്ന് സൗഖ്യപ്പെടുത്തുവാനായുള്ള വലിയൊരു ദൗത്യമാണ് ഓരോ ക്രൈസ്തവ ജീവിതത്തിലും നിൽക്കുന്നത്. ഇപ്രകാരം അപരനെ ഒന്ന് സൗഖ്യപ്പെടുത്തുവാനായിട്ട്, അപരന്റെ ജീവിതത്തിലേക്ക് ഒരു കൃപയെ കൊടുക്കാനായിട്ട് സാധിക്കണം. ആരെയും മാറ്റി നിർത്താനായിട്ടുള്ള അവകാശം നമുക്കില്ല. മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവരിലേക്കും രക്ഷയുടെ കൃപയെ കൊടുക്കുവാനും എല്ലാവരിലേക്കും രക്ഷയുടെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുവാനും ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 35-ാം വാക്യം പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ? വചനം നമ്മോട് ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ആർക്കും വേർപെടുത്താൻ സാധിക്കത്തില്ല. ഈ തമ്പുരാന്റെ സ്നേഹത്താൽ ഒന്ന് നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സാധിക്കണം. ഈശോ അവനോട് പറയുകയാണ്, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ ആരോടും പറയരുത്, മറിച്ച് നിന്നെ തന്നെ കൊണ്ടുപോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. മോശയുടെ നിയമപ്രകാരമുള്ള കാഴ്ചദ്രവ്യങ്ങൾ നീ സമർപ്പിക്കുക. ഈശോനാഥൻ ഒരു നിയമത്തെയും തകർക്കാനല്ല, മറിച്ച് അതിനെ പൂർത്തിയാക്കാനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ള ദൈവജനമേ, ജീവിതത്തിൽ തമ്പുരാനെ പോലെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് തീരാൻ നമുക്ക് സാധ്യമാകണം. ഒന്നിനെയും തച്ചുടയ്ക്കുന്നിടത്തല്ല, മറിച്ച് എല്ലാത്തിനെയും പൂർത്തിയാക്കുന്നിടത്ത്, എല്ലാത്തിനും ഒരു പൂർണ്ണത നൽകുന്നിടത്താണ് കൃപ സംഭവിക്കുന്നത്. എല്ലാത്തിനെയും ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. അത് വലിയൊരു വെല്ലുവിളിയായി കാലഘട്ടത്തിൽ. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. എത്രമാത്രം ഈ കടമകളും ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും അതിൻ്റെ കൃത്യതയിൽ നിർവഹിക്കുവാനായിട്ട്, ആ ഒരു വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാനായിട്ട്, ആ ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തതയിൽ ആയിരിക്കാനായിട്ട്. ചിലപ്പം വലുതും ചെറുതുമായ ഉത്തരവാദിത്തങ്ങൾ, ചിലപ്പം വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, നിസ്സാരങ്ങളായിട്ട് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ ചിലപ്പം സങ്കടങ്ങൾ ഉളവാക്കുന്നതായിരിക്കാം. നിസ്സാര കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യുമ്പോൾ പലരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുന്നതും ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുകയാണ്. ജീവിതത്തെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. എത്രമാത്രം നിസ്സാരങ്ങളായിട്ട് മറ്റുള്ളവരെ നമ്മൾ കരുതുന്ന കാര്യങ്ങൾ അപരന് ചിലപ്പോൾ ഒത്തിരി വിലപ്പെട്ടതായിരിക്കും. ഇന്നേ ദിവസത്തെ ഒരു വലിയ തിരിച്ചറിവാ ഈശോനാഥൻ നമ്മളോട് പറയുന്നത്. ഞാൻ ചിലപ്പോൾ നിസ്സാരമായി കരുതുന്ന കാര്യം അപരൻ്റെ ജീവിതത്തിന് ഒത്തിരി വിലപ്പെട്ടതായിരിക്കും. ആ വിലപ്പെട്ടത് ഒന്ന് പങ്കുവെക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു പെൺകുട്ടി പറഞ്ഞു വെച്ച ഒരു കാര്യം എന്നെ ഒത്തിരി സ്പർശിച്ച ഒന്നാണ്. ആ പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ അടുത്ത് നിന്ന വ്യക്തിയോട് പറഞ്ഞു,
എൻ്റെ മൊബൈൽ ഫോണിൽ ചാർജില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, എനിക്കൊന്ന് ഫോൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണൊന്ന് തരാമോ? ആ വ്യക്തി പറഞ്ഞു, നിനക്ക് ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നീ ഫോൺ ചെയ്യണ്ട, എൻ്റെ ഫോൺ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കില്ല. സാരമായൊരു കാര്യമുള്ളൂ, ഒന്ന് ഫോൺ ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു വെക്കാശ, ആ വ്യക്തി ആ ഫോൺ എനിക്കൊന്ന് തന്നിരുന്നായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് ഈ അവസ്ഥയിൽ ആകില്ലായിരുന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ, എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ആ വ്യക്തി ആ ഫോണും തന്നായിരുന്നുവെങ്കിൽ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്താൻ വൈകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ അവരെനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും അതുമൂലം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ദൈവം ഇതിൻ്റെ പുറകിലും ഒരു നന്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോൾ ആ പെൺകുട്ടി എന്താ പറയുക, അന്ന് ആ വ്യക്തി ഫോൺ തരാത്തത് നന്നായി വെച്ചാൽ, കാരണം വെച്ചാൽ അത് തന്നായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഒരു മനോഹരമായ കുടുംബവും ജീവിത സൗകര്യങ്ങളും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ചിലപ്പോൾ നിസ്സാരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ പലതും നിസ്സാരമായി കരുതുമ്പം തമ്പുരാൻ്റെ മുൻപിൽ ചിലപ്പം വിലപ്പെട്ടതാണോ എന്ന് ജീവിതത്തിൽ നോക്കണം. ചിലപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് മതി, ആശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി മതി, അത് ചിലപ്പോൾ അപരൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തീരും. ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക വളരെ പ്രത്യേകമായിട്ട്. ആശുപത്രികളിൽ വേദന സഹിച്ചായിരിക്കുന്ന രോഗികളെ സമർപ്പിച്ച് ചിലപ്പം നമ്മുടെ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക്, ചിലപ്പം നമ്മൾ അവരുടെ കരത്തിലൊന്ന് പിടിക്കുന്നത് വലിയൊരു ആശ്വാസവും കൃപയുമായിട്ട് അവരുടെ ജീവിതത്തിലും മാറ്റപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ആരെയും നിസ്സാരരായിട്ട് തള്ളിക്കളയരുത്. എല്ലാം തമ്പുരാൻ്റെ സൃഷ്ടിയാണ്. എല്ലാവരും തമ്പുരാൻ്റെ മുൻപിൽ വിലപ്പെട്ടവരുമാണ്. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയോട് ഇന്നേ ദിവസത്തെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ഇന്നേ ദിവസത്തിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും അതിൻ്റെ കൃത്യതയിൽ നിർവഹിക്കുവാനായിട്ട്, എല്ലാത്തിനും ആവശ്യമായ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനായിട്ട് കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, എനിക്ക് സംരക്ഷണവും കാവലുമായിട്ട് തീരണമേ. സകല മാലാഖമാരെ, ക്രോബന്മാരെ, സപ്പന്മാരെ, സകല വിശുദ്ധരെ, വേദസാക്ഷികളെ, വാഴ്ത്തപ്പെട്ടവരെ, എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കണമേ. എൻ്റെ പേരിന് കാരണബോധനായ വിശുദ്ധനെ, വിശുദ്ധയെ, എൻ്റെ ഇടവക മധ്യസ്ഥയെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എനിക്ക് സ്വർഗം നൽകിയിരിക്കുന്ന വലിയ സമ്മാനമായ എൻ്റെ കാവൽ മാലാഖായെ ഇന്നേ ദിവസം എനിക്ക് സംരക്ഷണമാവുകയും എൻ്റെ വഴികളിൽ എന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്യണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ നിറവാകും മാതേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ
അറിവിൻ്റെ നിറവാകും മാതേ, ആലംബം നീയേ, ആശ്രയം നീയേ, ആനന്ദം നൽകിടുമമ്മേ, ആനന്ദം നൽകിടുമമ്മേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ നിറവാകും മാതേ. ആത്മാവിനാധിയും വ്യാധിയും മാറ്റുന്ന ആത്മീയ വൈദ്യന്റെ അമ്മേ, ആത്മാവിനാധിയും വ്യാധിയും മാറ്റുന്ന ആത്മീയ വൈദ്യന്റെ അമ്മേ, മുട്ടിപ്പായി കേഴുമ്പോഴൊക്കെയും മുക്തി നീ നൽകേണമമ്മേ, മുട്ടിപ്പായി കേഴുമ്പോഴൊക്കെയും മുക്തി നീ നൽകേണമമ്മേ, മുക്തി നീ നൽകേണമമ്മേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ നിറവാകും മാതേ. ലോകത്തിൻ ലോഭങ്ങളൊക്കെയും മാറ്റുന്ന കാരുണ്യനാഥയാമമ്മേ, ലോകത്തിൻ ലോഭങ്ങളൊക്കെയും മാറ്റുന്ന കാരുണ്യനാഥയാമമ്മേ, അകതാരിൽ നിറയും ദുഃഖങ്ങൾ മാറ്റി നീ ആശ്വാസം നൽകണേ തായേ, അകതാരിൽ നിറയും ദുഃഖങ്ങൾ മാറ്റി നീ ആശ്വാസം നൽകണേ തായേ, ആശ്വാസം നൽകണേ തായേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ നിറവാകും മാതേ, അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ നിറവാകും മാതേ, ആലംബം നീയേ, ആശ്രയം നീയേ, ആനന്ദം നൽകിടുമമ്മേ, ആനന്ദം നൽകിടുമമ്മേ. അമ്മേ അനശ്വര സ്നേഹത്തിൻ തായി, അറിവിൻ്റെ നിറവാകും മാതേ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നാം സ്വീകരിക്കുകയാണ്. മാർപ്പാപ്പായിൽ നിന്നും കർദിനാൾമാരിലേക്കും മെത്രാന്മാരിലേക്കും വൈദികരിലേക്കും സന്യസ്തരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ സമയം നമുക്കായിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വപിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറേച്ചിൻ്റെയും വിശുദ്ധ എപ്രേസ്യാമയുടെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരുന്ന കാവൽ മാലാഖയുടെ സംരക്ഷണം നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസത്തെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ് ന്യൂസ് ചാനലിനെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, ആത്മായ പ്രേക്ഷിതരുണ്ട്. അവരെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് ഡിവൈനിലെ മരിയൻ കൂടാരത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് നമ്മുടെ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരെല്ലാം ഒരു ജപമാലയെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ, ജപമാലകളിലെ നൊവേന പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.